ഹലോ ഗേസ്, നിഹാര വ്ളോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിലാണ് ഞങ്ങൾ പോയേക്കണം. അവിടെ ഒരു സംഭവമുണ്ട്. 150 രൂപയാണ് ഒരാൾക്ക് ഫീസ്. അപ്പോൾ അതെടുത്തിട്ട് എൻട്രി പാസ്സായിട്ട് വരുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ പൂമ്പാറ്റകൾ, ചിത്രശലഭങ്ങളൊക്കെ ഉള്ള ഒരു ഇത് കാണുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഫുള്ളും കാണാൻ പറ്റുമെങ്കിൽ കാണണേ. അപ്പോൾ ഒരേ പൂമ്പാറ്റകളൊക്കെ ആയിട്ട് പല ടൈപ്പ് പൂമ്പാറ്റകളാണ് ഇതിൽ ഉള്ളത്. അപ്പോൾ ഓരോരുത്തർ ഫോട്ടോസ്, വീഡിയോസ് എല്ലാം എടുക്കുന്നുണ്ട്. ഇത് മെയ് 31 വരെ ഉണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല കളിക്കാൻ കാണാനും പറ്റുന്നതാണ്. പരമാവധി രാത്രി പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പകലൊക്കെ ആകുമ്പോൾ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് കുറവായിരിക്കുമല്ലോ. രാത്രിയാണ് ഭംഗി കൂടുതൽ. മീനും കൂടിയുടെ ഫോട്ടോ ഒക്കെ എടുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് മാത്രമല്ല, ഇത് അങ്ങോട്ട് ചെല്ലുന്തോറും ഒരുപാട് ഐറ്റംസ് ഉണ്ട് കാണാനായിട്ട്. അത് നിങ്ങൾ വീഡിയോ മൊത്തമായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ഞാൻ എൻട്രി പാസ് ചെയ്ത് അപ്പുറത്തേക്ക് കയറിയിട്ടാണ്. ഇത് തണ്ണി അതാ നമ്മ അവിടെ നിന്ന് കയറി ചെല്ലുമ്പോൾ തന്നെ ഫസ്റ്റ് കാണുന്നതാണ് ആ വെള്ളച്ചാട്ടം പോലത്തെ ഒരു സംഭവം. ഇത് സൂപ്പറാണ് ഗൈസ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ അവിടെ ചെന്ന് തന്നെ കാണണം. ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു സെൽഫി വീഡിയോ പോലെ എങ്ങനെ എടുത്താണ് അത് കാട്ടാൻ വേണ്ടിയിട്ട്. ഇത് ഞങ്ങൾ അങ്ങോട്ട് കയറും. അപ്പോൾ എല്ലാവരും വീഡിയോ എടുക്കുന്നുണ്ട്, ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അടുത്തെല്ലുമ്പോൾ ആ വെള്ളത്തുള്ളികളൊക്കെ നമ്മുടെ മേത്തേക്കൊക്കെ തെറിക്കും. അതൊക്കെ നല്ല രസമാണ്. ഇതൊക്കെ മീനും അവിടെ നിൽപ്പുണ്ട്, കുക്കും ഉണ്ട് അവിടെ. അതുകൊണ്ട് ഒരടുത്ത് പോയി നിൽക്കണതാണ്. അപ്പോൾ ഞാനും കൂടിയും അങ്ങോട്ടേക്ക് ചെല്ലോടിപ്പോൾ വേണ്ട. വെള്ളം നോക്കിയാൽ വെള്ളം തന്നെ ഫോഴ്സ് ഉണ്ട്. നല്ല ഭംഗിയാണ്. മുകളിൽ നിന്ന് തന്നെ നോക്കിക്കോട്ടെ. എന്നാണ് ആ വെള്ളം വീണത്. ഇത് സെറ്റിങ് സൂപ്പറാണ്, ഒന്നും പറയാനില്ല. നല്ല സൂപ്പറാണ് ഗൈസ്. ഇത് അടിപൊളിയാണ്. ഇത് മാത്രമല്ല വേറെയും ഉണ്ട് സംഭവങ്ങൾ. അപ്പം നിങ്ങളത് കുറേയൊക്കെ വരും ഓരോ ഇതിലായിട്ട്. നോക്കിയേ, എന്താ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് നോക്കി, വെള്ളത്തിൻ്റെ ഇതൊക്കെ നോക്കിയാൽ എന്തോരം ആൾക്കാരാണ് വന്ന് പോണത്. പിള്ളേർക്കൊക്കെ അടിപൊളിയായിക്കോളും. സൂപ്പറാണ്. അത് കഴിഞ്ഞ് കുക്കപ്പൻ ഒരു ഇതുപോലത്തെ കണ്ടില്ലേ, ടൈറ്റാനിക് സിനിമയിൽ മറ്റേ നായിക നിൽക്കണോട്ട് നിൽക്കുകയാണ്. ഒരു ബോട്ട് പോലത്തെ സംഭവം. ഇതേ നോക്കിയേ നിൽക്കണമൊക്കെ നല്ല രസമില്ലേ, നല്ല ഐറ്റൊക്കെ തന്നെ നോക്കിയേ. ഇപ്പം അതേ കയറി ഇപ്പോൾ ഇറങ്ങാൻ പോവേണ്ട. അതേ കയറി ഇറങ്ങിയ ആൾ. ഇനിയാണ് ഗേസ് ഫേവറേറ്റ്. ഇതിലെ ഏറ്റവും വലിയ ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവമാണ്. എന്ത് ഭംഗിയാണ് നോക്കി. ആ ലൈറ്റിൻ്റെ ഒക്കെ കളർ എന്ത് ഭംഗിയാണ് നോക്കി. ഇത് ഇവിടെ ഒരു പ്രാവശ്യം പോകണം ഗേസ്. നല്ല രസമാണിത്. ഒരിക്കൽ കൂടി പറയണം, മെയ് 31 വരെ ഉണ്ടാവുള്ളൂ. ഇതെന്നാണ് പറഞ്ഞത് കേട്ടത്. അപ്പുറത്ത് ഇങ്ങനത്തെ വെള്ളച്ചാട്ടം, ഇപ്പുറത്ത് കളറായിട്ടുള്ളതാണ്. ഇത് കഴിഞ്ഞപ്പോഴാണ് കുക്കപ്പനി ജീപ്പ് ഓടിക്കണമെന്ന് പറഞ്ഞു. ഈ വണ്ടി കണ്ടില്ലേ, ഇതിന് ഒരാൾക്ക് കയറണമെങ്കിൽ 100 രൂപ ഒരു 5 റൗണ്ടോളം ഉണ്ടാവും. ഇതുണ്ടാവും. 100 രൂപയാണ് ഇതൊരാൾക്ക് കയറണമെങ്കിൽ. ഇത് നോക്കിയേ, ഇങ്ങനെ റൗണ്ട് ചെയ്ത് പോകണം. രസമുണ്ടാ, പിള്ളേരുടെ ഒരു സന്തോഷം. നോക്കിയേ, ആളൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റാക്കിയത് റൗണ്ട് വണ്ടി ഓടിച്ച് ഇട്ട് പോകണം. നോക്കിക്കോട്ടെ, അടിപൊളി. എന്താ വെള്ളച്ചാട്ടം നോക്കിയേ. അത് കഴിഞ്ഞപ്പോഴാണ് കുക്കപ്പനി ഇപ്പോൾ വെള്ളച്ചാട്ടത്തിലേക്കൊന്ന് കയറണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇതൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇതിന് പ്രത്യേകിച്ച് ഇവിടെ വരുമ്പോൾ വേറൊരു ഡ്രസ്സ് കരുതുക. എന്താ പിള്ളേർക്കും വലിയ ആൾക്കാർക്കൊക്കെ ഇരുന്ന് ഇങ്ങനെ കിടക്കാട്ടാ, വെള്ളത്തിലേക്ക് ഇങ്ങനെ കിടക്കാം. നല്ല തണുപ്പ്, നല്ല ഇതാണ്, രസമാണ്. പിന്നെ കയറുമ്പോൾ ചെരുപ്പ് അവിടെ ഊരിയിട്ടിട്ടാണ് എല്ലാവരെയും കയറ്റണത്. ഇത് ഒരു ചുമന്ന വരിയില്ലേ, അതിനപ്പുറത്തെ കാര്യം വിടേനില്ല. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഇങ്ങനെ അതിനുള്ള സ്ലോപ്പായിട്ട് വിടുക. പിള്ളേരാരും അങ്ങനെ വെള്ളം മഞ്ഞ വെച്ച് ഭംഗിയായിട്ട്
ലൈക്ക് കേട്ടാ. കൊക്കപ്പം അവിടെ ഇരിക്കണ വെള്ളത്തിൽ എന്നെയും പിടിച്ച് അവിടെ നിർത്തിയാക്കേണ്ട, ഞങ്ങൾ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ കുളിക്കണ്. നല്ല എന്നോട് പറഞ്ഞു ചോ അടിപൊളിയായിട്ടുണ്ട് ചാ, നല്ല രസമാണ് ചാ എന്നൊക്കെ ഇങ്ങനെ പറയണേ. വെള്ളത്തിൻ്റെ കളർ നോക്കിയത് ഒരു കളർ മാറി മാറി പോകണല്ലോ നോക്കി. ആളിങ്ങനെ കിടക്കുന്നു, കുറേ നേരമായി ഇപ്പോൾ കളിക്കണ കേട്ടാ കിടന്നു. അതൊക്കെ കളർ, അതിന് വെള്ളത്തിൻ്റെ കളർ നോക്കിയാൽ ഗേസ് സൂപ്പറല്ലേ ഗേസ്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പുറത്തേക്ക് ഇങ്ങോട്ടേക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ പിള്ളേർക്ക് പറ്റിയ ഐറ്റംസ്, വലിയ ആൾക്കാർക്ക് ഐറ്റംസ്, വീട്ടു സാധനം, വീട്ടിലേക്ക് ആവശ്യമായ ബക്കറ്റും കാര്യങ്ങളും, പിന്നെ പിള്ളേർക്ക് പറ്റിയ ബുക്കുകൾ, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തൊട്ടിയാട്ടം, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതിനെല്ലാത്തിനും ഒരു പല പല റേറ്റുകളാണ് ഉള്ളത്. അപ്പോൾ ഞാനവിടെ മറ്റേ ഒരു സാധനം എറിയാനുണ്ട്, അതൊന്ന് എറിഞ്ഞു നോക്കി. അപ്പോൾ എനിക്കൊരു ഇത് സോപ്പ് കിട്ടി, റിങ് പോലത്തെ ഒരു സാധനം എറിയോലോ അമ്മ, അത് കിട്ടിയത്. മദാമപ്പുല്ലുണ്ട്, പിന്നെ ഐസ്ക്രീം ഉണ്ട്, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. പിള്ളേർ കഴിക്കാനും വലിയ ആൾക്കാർക്കും കഴിക്കാനായിട്ടുള്ളതൊക്കെ എല്ലാ ഐറ്റംസും ഉണ്ട്. നല്ല ഭംഗിയാണ്, നല്ല ലൈറ്റും അറേഞ്ച്മെൻറ്റും എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, സൂപ്പറായിട്ട്. ഇത് കേസ് ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ട്. പോപ്കോൺ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. പിള്ളേർക്ക് കളിക്കാനായിട്ടുള്ള ഇതൊക്കെ ഉണ്ട്. കുക്കപ്പനെ ട്രെയിനിലാണ് കയറ്റിയത്. നോക്കിയാൽ റൗണ്ട് ചെയ്യാൻ നോക്കിയാൽ ഇങ്ങനെ റൗണ്ട് ചെയ്ത് 5 റൗണ്ട് എങ്ങനെ ഉണ്ട്. ഇതിന് 60 രൂപ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു റേറ്റ്. അപ്പോൾ ഈ ചെറിയ ഒരു വീഡിയോ കഴിഞ്ഞിട്ടാണ് ഇനി അടുത്ത വീഡിയോയുമായി ഞങ്ങൾ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മൊത്തമായി കാണാൻ ശ്രമിക്കുക. നിങ്ങൾ ഇങ്ങനെ വീഡിയോ കണ്ടാൽ എനിക്ക് അടുത്ത വീഡിയോ ഇടാനായിട്ട് നല്ല ഇതായിരിക്കുള്ളൂ. അപ്പോൾ ബൈ.